നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. തോരാമഴയിൽ വലഞ്ഞ ജനങ്ങൾ. താഴ്ന്ന പ്രദേശങ്ങളിലും റോഡുകളിലും കടലോര മേഖലയിലും വെള്ളക്കെട്ട്. കുപ്പത്ത് ദേശീയപാതയിൽ നാട്ടുകാരുടെ പ്രതിഷേധം. പ്രദേശം മണ്ണിടിച്ചിൽ ഭീഷണിയിൽ. കാഞ്ഞിരക്കൊല്ലി കൊല രണ്ടാം പ്രതി പോലീസ് കസ്റ്റഡിയിൽ. കൊലയ്ക്ക് പിന്നിൽ സാമ്പത്തിക ഇടപാടുകളെന്ന് പോലീസ്. കള്ളത്തോക്ക് നിർമ്മാണവും അന്വേഷണ പരിധിയിൽ. ഭാര്യ ശ്രുതി പരിക്കുകളോടെ ചികിത്സയിൽ. കുപ്പത്ത് മണ്ണിടിച്ചിൽ. ജില്ലാ ഭരണകൂടം ഇടപെട്ടതായി എം വിജിൻ MLA. പ്രശ്നപരിഹാരത്തിനായി തളിപ്പറമ്പ് RTOയ്ക്ക് ചുമതല. രോഷാകുലരായി നാട്ടുകാർ. ദേശീയപാത അശാസ്ത്രീയ നിർമ്മാണമെന്ന് ആരോപണം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. വടക്കൻ ജില്ലകളിലാണ് മഴ ശക്തമാകുന്നത്. തിങ്കളാഴ്ച രാത്രി മുതൽ കണ്ണൂർ ജില്ലയിലെ പലയിടങ്ങളിലും ശക്തമായ മഴ തുടരുകയാണ്. മഴക്കെടുതികളും റിപ്പോർട്ട് ചെയ്തു. കനത്ത മഴയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. താഴെച്ചൊവ്വയിൽ താഴ്ന്ന പ്രദേശത്തെ വീടുകളിൽ വെള്ളം കയറി. പിലാത്തറയിൽ ദേശീയപാത സർവീസ് റോഡിൽ വെള്ളം കയറി. പാപ്പിനിശ്ശേരിയിലും റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. കനത്ത മഴ തുടർന്നതോടെ തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ റോഡിലും സമീപത്തെ കടകളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. റെയിൽവേ സ്റ്റേഷന്റെ പ്രധാന കവാടത്തിലേക്കുള്ള റോഡിലാണ് വെള്ളക്കെട്ട്. തളിപ്പറമ്പ് കുപ്പത്ത് ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന പരിസരത്ത് വീടുകളിലേക്ക് വെള്ളം കയറി. വീടുകളിൽ ചെളി കയറിയതായും റിപ്പോർട്ടുണ്ട്. മട്ടന്നൂരിലെ ഉരുവച്ചാലിൽ ഇടിമിന്നലേറ്റ് വീടിന് വ്യാപകമായ നാശനഷ്ടം സംഭവിച്ചു. പാവോട്ട് പറമ്പിലെ കൃഷ്ണമുരളിയുടെ വീടിനാണ് ഇടിമിന്നലേറ്റ് വിള്ളലുണ്ടായത്. വയറിങ്ങും ഇലക്ട്രോണിക് ഉപകരണങ്ങളും കത്തി നശിച്ചു. കോഴിക്കോട് വീടിന് മുകളിലേക്ക് മരം വീണ് നാശനഷ്ടമുണ്ടായി. ആളപായമില്ല. ദേശീയപാതയിൽ പെരിയ കേന്ദ്ര സർവകലാശാലയ്ക്ക് സമീപം ബസ് ചെളിയിൽ പുതഞ്ഞു. കണ്ണൂരിൽ നിന്നും മംഗലാപുരത്തേക്ക് പോകുന്ന മെഹബൂബ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഓവുചാലിന് കുഴിയെടുത്ത വീതി കുറഞ്ഞ ഭാഗത്താണ് അപകടമുണ്ടായത്. ചൊവ്വാഴ്ച രാവിലെ 8:30 അപകടമുണ്ടായത്. കാസർഗോഡ് ഭാഗത്തേക്ക് രാവിലെ മുതൽ ഗതാഗത തടസ്സം നേരിട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കണ്ണൂർ തളിപ്പറമ്പിനടുത്ത് കുപ്പത്ത് ദേശീയപാതയിൽ നാട്ടുകാരുടെ പ്രതിഷേധം. ഇന്നലെ കനത്ത മഴയിൽ നിർമ്മാണം നടക്കുന്ന ദേശീയപാത 66 നിന്ന് ചെളിയും മണ്ണും സമീപത്തെ റോഡിലും വീടുകളിലും ഒഴുകിയെത്തിയിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് നിലവിലെ ദേശീയപാത രാവിലെ നാട്ടുകാർ ഉപരോധിച്ചു. ദേശീയപാത 66ന്റെ നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് ചെളിയും മണ്ണും ഒഴുകിയെത്താൻ കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ദേശീയപാതയ്ക്ക് സമീപം വ്യാപക മണ്ണിടിച്ചിലെന്ന് ആരോപിച്ചാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. തളിപ്പറമ്പ് കുപ്പത്താണ് സംഭവം. ദേശീയപാതയിൽ നിന്നുള്ള മണ്ണ് വീടുകളിലേക്ക് വ്യാപകമായി എത്തുന്നുവെന്നാണ് നാട്ടുകാരുടെ ആരോപണം. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ദേശീയപാത ഉപരോധിച്ച് പ്രതിഷേധിച്ചു. RTO അടക്കം വിഷയത്തിൽ ഇടപെട്ടതോടെയാണ് നാട്ടുകാർ ഉപരോധം അവസാനിപ്പിച്ചത്. മണ്ണിടിച്ചിലിൽ കൃത്യമായ പരിഹാരം ഉണ്ടാകുന്നതുവരെ പ്രതിഷേധം തുടരുമെന്ന് നാട്ടുകാർ പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. വസുധ ഗ്ലോബൽ ഫൗണ്ടേഷൻ ഫോർ വിമൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് കുട്ടികൾക്കായി സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു. ശിക്ഷക് സദനിൽ 21, 22, 23 തീയതികളിലായി സംഘടിപ്പിച്ച മഴവില്ല 2025 മേയർ മുസ്ലിഹ് മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളെ യഥാർത്ഥത്തിൽ സേവിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ സേവിക്കാൻ ആവശ്യമായ മനസ്സ് നമുക്ക് ഉണ്ടാകേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതുതന്നെയാണ് നമുക്ക് ഇത്തരം ക്യാമ്പുകളിലൂടെ ലഭ്യമാകുന്നത്. ഇവിടെ ചെറിയ പ്രായത്തിൽ നമ്മൾ സ്കൂളുകളിൽ പഠിക്കുന്ന ചൊട്ടയിലെ ശീല ചുടല വരെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉപന്യാസം, നമ്മളൊക്കെ ചെറിയ പ്രായത്തിൽ നമ്മളൊക്കെ അതുമായി ബന്ധപ്പെട്ട് ഉപന്യാസങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നുള്ളത് ഇതന്നെയാണ് യാഥാർത്ഥ്യം. നമ്മുടെ ചെറു പ്രായത്തിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി, മനുഷ്യത്വത്തെക്കുറിച്ച് മനസ്സിലാക്കി, മാനവികതയെക്കുറിച്ച് മനസ്സിലാക്കി, സഹോദരത്തെക്കുറിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ അതോടൊപ്പം മെയ് 21, 22, 23 തീയതികളിലായാണ് കുട്ടികൾക്കായി സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ചടങ്ങിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് P. ഇന്ദിര അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ കുടുംബ കോടതി ജഡ്ജി RL ബൈജു, കണ്ണൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ KK സാജു എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ക്യാമ്പിൽ നാടക സിനിമാ പിന്നണി പ്രവർത്തകരായ ഹരിലാൽ മാസ്റ്ററും ഷിഖിൽ ഗൌരിയും അഭിനയത്തിന്റെ രസതന്ത്രം കുട്ടികളെ പഠിപ്പിക്കും. വിവിധ സെഷനുകൾ ഉൾപ്പെടുത്തിയിട്ടാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ജഡ്ജിയോടൊപ്പം സംവാദവും കളിയും ചിരിയും ക്യാമ്പുകളുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ജീവിതം തന്നെ ലഹരി, യോഗ, വൈബും വൈഭവവും തുടങ്ങി നിരവധി പരിപാടികളും അരങ്ങേറും. ചടങ്ങിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂർ, കൌൺസിലർ സാബിറ ടീച്ചർ, സീനത്ത്, മുംതാസ് TMV എന്നിവർ പങ്കെടുത്തു.
ചേലേരിയിൽ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയ സ്ത്രീയുടെ സ്വർണ്ണമാല ബൈക്കിലെത്തിയ യുവാവ് പൊട്ടിച്ചെടുത്തു. സംഭവത്തിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്നലെ വൈകുന്നേരം 6 മണിയോടെ ചേലേരി കനാൽ റോഡിന് സമീപം വെച്ചായിരുന്നു സംഭവം. ചേലേരിയിലെ പ്രകാശന്റെ ഭാര്യ ദീപ്തിയുടെ മാലയാണ് സനീഷ് പൊട്ടിച്ചെടുത്തത്. സ്കൂട്ടറിലെത്തിയ യുവാവ് കത്തികാട്ടി 4 പവന്റെ താലിമാല പിടിച്ചു പറിക്കുകയും തടയാൻ ശ്രമിച്ചപ്പോൾ അരപ്പവൻ തൂക്കം വരുന്ന ഭാഗം കവർച്ച ചെയ്ത് രക്ഷപ്പെടുകയുമായിരുന്നു. സംഭവത്തിന് പിന്നാലെ മണിക്കൂറുകൾക്കകം പ്രതിയെ പോലീസ് പിടികൂടുകയായിരുന്നു. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. തോരാമഴയിൽ വലഞ്ഞ ജനങ്ങൾ. താഴ്ന്ന പ്രദേശങ്ങളിലും റോഡുകളിലും കടലോര മേഖലയിലും വെള്ളക്കെട്ട്. കുപ്പത്ത് ദേശീയപാതയിൽ നാട്ടുകാരുടെ പ്രതിഷേധം. പ്രദേശം മണ്ണിടിച്ചിൽ ഭീഷണിയിൽ. കാഞ്ഞിരക്കൊല്ലി കൊല 2ാം പ്രതി പോലീസ് കസ്റ്റഡിയിൽ. കൊലയ്ക്ക് പിന്നിൽ സാമ്പത്തിക ഇടപാടുകളെന്ന് പോലീസ്. കള്ളത്തോക്ക് നിർമ്മാണവും അന്വേഷണ പരിധിയിൽ. ഭാര്യ ശ്രുതി പരിക്കുകളോടെ ചികിത്സയിൽ. കുപ്പത്ത് മണ്ണിടിച്ചിൽ. ജില്ലാ ഭരണകൂടം ഇടപെട്ടതായി എം വിജിൻ MLA. പ്രശ്നപരിഹാരത്തിനായി തളിപ്പറമ്പ് RTOയ്ക്ക് ചുമതല. രോഷാകുലരായി നാട്ടുകാർ. ദേശീയപാത അശാസ്ത്രീയ നിർമ്മാണമെന്ന ആരോപണം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. ശസ്ത്രക്രിയ ഇല്ലാതെ ഗർഭാശയം നീക്കം ചെയ്യാതെ ഗർഭാശയമുഴ നീക്കം ചെയ്യാം. യൂട്ടറൈൻ ഫൈബ്രോയിഡ് എംബോലൈസേഷൻ. കൈയിലെ രക്തക്കുഴലിലൂടെ വളരെ നേർത്ത ഒരു ട്യൂബ് സന്നിവേശിപ്പിക്കുക എന്നതാണ് ഈ രീതിയുടെ ആദ്യഘട്ടം. ഈ ട്യൂബ് രക്തക്കുഴലിലൂടെ സഞ്ചരിച്ച് ഗർഭാശയമുഴകളിൽ എത്തിക്കുന്നു. തുടർന്ന് ഈ മുഴകളിലേക്ക് രക്തമെത്തിക്കുന്ന രക്തധമനിയിൽ പ്രത്യേക പദാർത്ഥം ഇൻജക്ട് ചെയ്ത് മുഴകളിലേക്കുള്ള രക്തസഞ്ചാരം തടയുന്നു. രക്തത്തിലൂടെ ലഭ്യമാവുന്ന പോഷകങ്ങൾ ലഭിക്കാതാവുകയും മുഴ വളരാനാവാതെ ചുരുങ്ങിപ്പോവുകയും ചെയ്യുന്നു. അനസ്തീഷ്യയുടെ ആവശ്യകതയില്ല, ആശുപത്രി വാസമില്ല, മുറിപ്പാടുകളില്ല, പെട്ടെന്നുള്ള രോഗമുക്തി, ദൈനംദിന ജീവിതത്തിലേക്ക് അതിവേഗമുള്ള തിരിച്ചുവരവ് തുടങ്ങിയ അനേകം നേട്ടങ്ങൾ ഈ ഒരു ചികിത്സാ രീതിക്കുണ്ട്. ഗർഭാശയ മുഴകൾക്ക് ഏറ്റവും മികച്ച ചികിത്സയാണ് തേടുന്നതെങ്കിൽ കണ്ണൂർ ആസ്റ്റമിംസിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗവുമായി ഉടൻ തന്നെ ബന്ധപ്പെടൂ. ആസ്റ്റമിംസ്, കണ്ണൂർ. വാർത്തയിലേക്ക്. കാഞ്ഞിരക്കൊല്ലിയിലെ കൊലപാതകത്തിന് പിന്നിൽ സാമ്പത്തിക ഇടപാടെന്ന് പോലീസ്. അന്വേഷണത്തിന് ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ പറയാൻ കഴിയുകയുള്ളൂ എന്ന് പയ്യാവൂർ SHO ടിങ്കിൾ ശശി അറിയിച്ചു. കൊല്ലപ്പണിക്കാരനായ കൊല്ലപ്പെട്ട നിധീഷ് നേരത്തെ നാടൻ തോക്ക് നിർമ്മിച്ച് നൽകിയിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞതായും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ ആഴ്ച ഇവിടെ പരിശോധന നടത്തിയിരുന്നുവെന്നും എന്നാൽ തോക്ക് കണ്ടെത്തിയിട്ടില്ലെന്നും ടിങ്കിൾ പറഞ്ഞു. എല്ലാ വശങ്ങളും അന്വേഷിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കാണ് അജ്ഞാത സംഘം കാഞ്ഞിരക്കൊല്ലി ആമിനപ്പാലത്തെ വീട്ടിലെത്തി മടത്തേടത്തെ വീട്ടിൽ നിതീഷ് ബാബുവിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. ഭർത്താവിനെ ആക്രമിക്കുന്നത് തടയാൻ ചെന്ന ഭാര്യ ശ്രുതിയുടെ കയ്യിൽ വെട്ടി പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. ഇവർ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഞങ്ങളൊരു 11 മണിയാകുമ്പോഴാണ് സംഭവം അറിയുന്നത്. അപ്പോൾ നമ്മളിവിടെ എത്തി. അപ്പം ബൈക്കിന് 2 പേര് വന്നിട്ട് ഇവനെ വിളിച്ചു വരുത്തിയിട്ട്, ഇവൻ കടയിലായിരുന്നു, നിതീഷ് കടയിലായിരുന്നു. അപ്പം വിളിച്ചു വരുത്തിയിട്ടാണ് വീട്ടിൽ നിന്ന് വിട്ടുക ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഭാര്യയ്ക്കും ചെറിയ മുറിവുണ്ട്. കൈപ്പത്തി വിരൽ 2 പോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളത് കണ്ടില്ല.
തലയുടെ പിൻഭാഗത്ത് കത്തികൊണ്ട് വെട്ടിയാണ് നിതീഷിനെ മരണത്തിന് ഇടയാക്കിയതെന്നാണ് സൂചന. കൊല്ലപ്പണിക്കാരനായ നിതീഷ് ആലയിൽ പണിതീർത്ത് വെച്ച കത്തി ഉപയോഗിച്ചാണ് കൊല നടത്തിയതെന്നാണ് വിവരം. പ്രതികൾ പോലീസിന്റെ വലയിലായതായും വിവരമുണ്ട്. പയ്യാവൂർ ഇൻസ്പെക്ടർ ടിങ്കിൾ ശശിയാണ് കേസ് അന്വേഷിക്കുന്നത്. നമ്മൾ ഭാര്യ അടുത്ത് വിളിച്ച് ചോദിച്ചു, ഭാര്യ ആശുപത്രി കൊണ്ടുപോയേക്കുന്നു. ചോദിച്ചു സാമ്പത്തിക എന്താ ഇടപാടിന്റെ വിഷയത്തിലുണ്ടായ തർക്കമാണ് ഇതിന് കാരണമെന്നാണ് പറഞ്ഞത്. പേരൊന്നും അവർക്ക് കറക്റ്റ് അറിയത്തില്ല. ആക്ച്വൽ റീസൺ സാമ്പത്തിക ഇടപെടാണ് പറയുന്നത്. സാമ്പത്തിക ഇദ്ദേഹം ഇങ്ങനെ ഓരോ ഇതൊക്കെ ചെയ്യുന്നല്ലേ, നമ്മളെ കൊല്ലപ്പണിയല്ലേ, അതിന്റെ എന്തോ വിഷയത്തിലുണ്ടായ പൈസയായിട്ട് ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു വിഷയം പൈസ ചോദിച്ചപ്പോൾ ഉണ്ടായ ഇതാണെന്ന് പറഞ്ഞു. അതിന്റെ അത്രേ അവർ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ള അവരിപ്പം ഇത്തിരി മുറിവൊക്കെ പറ്റി അഡ്മിറ്റാണ്. അപ്പോൾ അവരത് ചോദിച്ച് മനസ്സിലാക്കും. അപ്പം പോയിട്ടുണ്ട്, നമ്മളവിടെ നിന്ന് വനിതാ പോലീസ് പോയിട്ടുണ്ട്. അവർ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ബാക്കിയുള്ളത് നമ്മൾ അതനുസരിച്ച് അന്വേഷണം നടത്തുന്നു. കണ്ണൂർ റൂറൽ SP ഉൾപ്പെടെ സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തി. മൃതദേഹം പയ്യാവൂർ പോലീസ് ഇൻക്വസ്റ്റ് നടത്തി പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കാഞ്ഞിരക്കൊല്ലി സ്വദേശി നിധീഷിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ഒരാൾ പോലീസ് കസ്റ്റഡിയിൽ. കോട്ടയം തട്ട് സ്വദേശി രതീഷിനെയാണ് പയ്യാവൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കൊലയ്ക്ക് കാരണം കള്ളത്തോക്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തർക്കമെന്നാണ് സൂചന. കൃത്യം നടത്തിയത് രതീഷിനൊപ്പമുണ്ടായിരുന്ന മറ്റൊരാളാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. വൈദ്യുതി ബോർഡിൽ ജീവനക്കാർക്ക് അർഹമായ ആനുകൂല്യം നൽകണമെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് കണ്ണൂരിൽ കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർവീസിൽ നിന്ന് വിരമിക്കുന്നവർക്കുള്ള യാത്രയപ്പും ഉപഹാര സമർപ്പണവും ഇതിനോടനുബന്ധിച്ച് നടന്നു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജീവനക്കാരുടെ നിയമനം 9 വർഷമായി പുതിയ ജീവനക്കാരെ PSC ത്രൂ നിയമിക്കുന്നില്ല എന്നുള്ളത് ഇവിടെ സൂചിപ്പിച്ചു. അതുപോലെ തന്നെ 33,000 ജീവനക്കാരുണ്ടായിരുന്നിടത്ത് അത് 26,000 ചിലരായി മാറുമ്പോൾ ഇപ്പോൾ വീണ്ടും റിട്ടയർമെന്റ് 1,540 പേര് റിട്ടയർമെന്റ് ചെയ്യുമ്പോൾ അത് വീണ്ടും 25,000 എത്തുമ്പോൾ എങ്ങനെയാണ് അത് തരണം ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് ഈ ഒരു ഗവൺമെന്റ് ആലോചിക്കുന്ന വിഷയമാണ്. ദിവസം തോറും മാസം തോറും ജോലിഭാരം കൂടിക്കൊണ്ടുവരിക. ആ ജോലിഭാരം കൂടിക്കൊണ്ടുവരുമ്പോൾ അതിനെ നിയന്ത്രിക്കുവാൻ, അതിനെ തരണം ചെയ്യുവാനും അതനുസരിച്ചുള്ള ജീവനക്കാരെ ആവശ്യമാണ് എന്നിരിക്കെ അതൊന്നും നിയമിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഗവൺമെന്റിന്റെ പോരായ്മയായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. വൈദ്യുതി ബോർഡിൽ അടിസ്ഥാന മേഖലയിൽ 9 വർഷമായി മുടങ്ങിക്കിടക്കുന്ന നിയമനങ്ങൾ PSC വഴി എത്രയും പെട്ടെന്ന് നടത്തി അധിക ജോലിഭാരം കാരണം കഷ്ടപ്പെടുന്ന ജീവനക്കാരെ അർഹമായ ആനുകൂല്യങ്ങൾ നൽകാതെ വഞ്ചിക്കുന്ന ബോർഡ് നടപടി തിരുത്തണമെന്നും DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ആവശ്യപ്പെട്ടു. കണ്ണൂരിൽ കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർവീസിൽ നിന്നും റിട്ടയർ ചെയ്യുന്ന 14ഓളം യാത്രയയപ്പും ഉപഹാര സമർപ്പണവും ഇതിനോടനുബന്ധിച്ച് നടന്നു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് KPCC മെമ്പർ രാജീവൻ എളിയാവൂർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് KP ധനപാലൻ മുഖ്യാതിഥിയായി. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് സിബിക്കുട്ടി ഫ്രാൻസിസ് മുഖ്യപ്രഭാഷണം നടത്തി. യൂണിയൻ ജില്ലാ സെക്രട്ടറി ദിനേശ് കുമാർ സ്വാഗതം പറഞ്ഞു. INTUC കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ജോസ് ജോർജ് പ്ലാന്തോട്ടം, K അബ്ദുൾ ഗഫൂർ, പ്രസാദ് V ഖാജ, സന്ദീപ് KR, പ്രമോദ് കുമാർ, PK ഷാജി, TV ദിനേശ് ചന്ദ്രൻ, പ്രഭാകരൻ EV, മോഹനൻ K, നദീർ UV എന്നിവർ സംസാരിച്ചു. കേരള യോഗി സർവീസ് സൊസൈറ്റിയുടെ സംസ്ഥാന സമ്മേളനവും സിൽവർ ജൂബിലി ആഘോഷവും മെയ് 25-ന് അഴീക്കോട് ശ്രീ പരയങ്ങാട് ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടക്കും. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് PM ശ്രീധരൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ സമ്മേളനത്തിൽ 1000-ലേറെ പ്രതിനിധികൾ ഈ 4 ജില്ലകളിൽ നിന്നായി പങ്കെടുക്കുന്നുണ്ട്. ഈ സമ്മേളനത്തിൽ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം കേരളത്തിൽ ജാതി സെൻസസ് നടത്തി നിലവിലുള്ള സംവരണം കാലോചിതമായി പരിഷ്കരിക്കുകയും അർഹതയുടെ അടിസ്ഥാനത്തിൽ സംവരണ സംവിധാനം പുനഃക്രമീകരിക്കുകയും വേണം. രണ്ടാമതായി OBH വിഭാഗത്തിൽ ഉൾപ്പെട്ട 30 ഇതര സമുദായങ്ങൾക്ക് അനുവദിച്ച OEC വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ മുടക്കം കൂടാതെ സമയബന്ധിതമായി വിതരണം ചെയ്യണം. OBH-ൽ ഉൾപ്പെട്ട പിന്നോക്ക സമുദായങ്ങൾക്ക് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പ്രത്യേക സീറ്റുകൾ സംവരണം ചെയ്യണം. സർക്കാർ ചെലവിൽ പ്രവർത്തിക്കുന്ന എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ +1 പ്രവേശനത്തിന് സംവരണം ഉറപ്പാക്കണം.
കേരളത്തിലെ പിന്നോക്ക സമുദായങ്ങളുടെ പട്ടിക അടിയന്തരമായി ഏകീകരിക്കുകയും സമുദായങ്ങളുടെ പേരുകൾ വ്യക്തമായി തെറ്റുകൂടാതെ അച്ചടിക്കുന്നതിനും പ്രസിദ്ധപ്പെടുത്തുന്നതിനും വേണ്ട അടിയന്തര നടപടികൾ സ്വീകരിക്കണം. ചടങ്ങിൽ കെ.വി. സുമേഷ് എം.എൽ.എ, അഴീക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ. അജീഷ് തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് കെ.എം. ഹരിദാസൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി പി.വി. ഗണേഷ് ബാബു, കൺവീനർ എം. മോഹനൻ, ജോയിന്റ് കൺവീനർ കെ. ബാലകൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. കണ്ണൂർ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ അക്വാ സൊല്യൂഷൻസ് കണ്ണൂർ, വാട്ടർ ലാബ് കോഴിക്കോട് എന്നിവരുടെ സഹകരണത്തോടെ ജില്ലയിലെ കോർപ്പറേഷൻ പരിധിയിലെ സ്കൂളുകൾക്കായി സൗജന്യ നിരക്കിൽ ജലപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. കണ്ണൂർ മുനിസിപ്പൽ സ്കൂളിൽ നടന്ന ക്യാമ്പ് ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി. ഇന്ദിര ഉദ്ഘാടനം ചെയ്തു. ശുദ്ധമാണ് എന്ന് നമുക്കത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ ഉച്ചക്കഞ്ഞി ഉൾപ്പെടെയുള്ള സംവിധാനം ഒരുക്കാൻ പറ്റിയുള്ളൂ. അതുകൊണ്ട് കിണറിലെ വെള്ളം പരിശോധനയ്ക്കായിട്ടുള്ള ഒരു ക്യാമ്പാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ കോർപ്പറേഷൻ പരിധിയിലുള്ള മുഴുവൻ സ്കൂളുകളിലെ HM-മാരും അവിടെ ബന്ധപ്പെട്ട അധികാരികൾ വെള്ളം പരിശോധനയ്ക്കായി ചേരുന്നത്. അത് പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ആ കിണറിലെ വെള്ളം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ള കർശനമായിട്ടുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതുമായി എല്ലാ സ്കൂളുകളും ഇതുമായി സഹകരിക്കണം, പരിശോധനയ്ക്കായി കൊണ്ടുവരണം. അത് വെള്ളം കുടിക്കാൻ യോഗ്യമാണ് എന്ന് തെളിഞ്ഞതിനു ശേഷം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു ഇളയാവൂർ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം. പി. രാജേഷ്, അക്വാ സൊല്യൂഷൻസ് എം. ഡി. ബിജു, സാറ്റ്ലിങ്സ് വാട്ടർ ലാബ് എം. ഡി. മഹേഷ് പി. തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. 100-ലധികം സ്കൂളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു. സിറ്റി ന്യൂസ് കണ്ണൂർ. കണ്ണൂർ കുപ്പം ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ വിഷയത്തിൽ ജില്ലാ ഭരണകൂടം ഇടപെട്ടെന്ന് എം. വിജിൻ എം.എൽ.എ. പ്രശ്നപരിഹാരത്തിന് ജില്ലാ കളക്ടർ തളിപ്പറമ്പ് RDO-യെ ചുമതലപ്പെടുത്തി. RDO, നാഷണൽ ഹൈവേ പ്രൊജക്ട് മാനേജർ എന്നിവർ സ്ഥലത്ത് പരിശോധന നടത്തും. എന്നാൽ സ്ഥലത്ത് ഇപ്പോഴും മണ്ണിടിച്ചിൽ തുടരുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, അപ്രതീക്ഷിതമായി ഉണ്ടായ ശക്തമായ മഴ ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെടെ 2 ദിവസമായി തുടർച്ചയായി ശക്തമായ മഴ, അത് പലതരത്തിലുള്ള പ്രയാസങ്ങൾ പ്രത്യേകിച്ച് നാഷണൽ ഹൈവേ പ്രവൃത്തി നടക്കുന്ന മേഖലകളിലെല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ പോയിന്റിൽ വളരെ പ്രധാനമായി ഉണ്ടായത് നമ്മുടെ സർവീസ് റോഡ് ഉൾപ്പെടെ പാസ് ചെയ്യാൻ പോകുന്ന ഒരു വലിയ ഭാഗമാണ് റോഡിലേക്ക്, നിലവിലുള്ള പഴയ ഹൈവേയിലേക്ക് അടർന്നു വീഴുന്ന സാഹചര്യം ഉണ്ടായത്. ഇത് അടർന്ന് വീഴുക മാത്രമല്ല, അതിനോടൊപ്പം താഴെ പ്രദേശത്തുള്ള വീടുകളിലേക്ക് ഉൾപ്പെടെ ഈ ചളി നിറഞ്ഞ വെള്ളം അത് കുത്തിയൊലിച്ചു പോകുന്ന പ്രശ്നങ്ങൾ അത് വളരെ ഗൗരവമായി തന്നെ ഗവൺമെന്റ് കാണുകയും അത് ജില്ലാ ഭരണകൂടത്തിന്റെ ശ്രദ്ധയിൽ ആ വിഷയത്തെ അവതരിപ്പിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടറുമായിട്ട് ഈ വിഷയം സംസാരിച്ചു. അദ്ദേഹം ഇപ്പോൾ RDO-യും അതോടൊപ്പം തന്നെ നാഷണൽ ഹൈവേയുടെ പ്രൊജക്ട് ഡയറക്ടറെയും സ്ഥലം സന്ദർശിച്ചുകൊണ്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കണ്ണൂരിലെ കുപ്പത്ത് ദേശീയപാതയിൽ വീണ്ടും മണ്ണിടിച്ചൽ തുടരുകയാണ്. നിർമ്മാണത്തിനായി മണ്ണെടുത്ത കുന്നിന്റെ ഭാഗം വീണ്ടും ഇടിഞ്ഞു വീഴുന്നുണ്ട്. ജനങ്ങളിൽ ഇത് ആശങ്കയും ഭീതിയും ജനിപ്പിക്കും വിധമാണ് മണ്ണിടിച്ചൽ നടക്കുന്നത്. വ്യാപക പ്രതിഷേധമാണ് വിഷയത്തിൽ ഉടലെടുത്തിട്ടുള്ളത്. രാവിലെ ദേശീയപാതയിൽ നാട്ടുകാരുടെ പ്രതിഷേധ സമരം നടന്നിരുന്നു. ഇന്നലെ കനത്ത മഴയിൽ നിർമ്മാണം നടക്കുന്ന ദേശീയപാത 66-ൽ നിന്ന് ചെളിയും മണ്ണും സമീപത്തെ റോഡിലും വീടുകളിലും ഒഴുകിയെത്തിയിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് നിലവിലെ ദേശീയപാത രാവിലെ നാട്ടുകാർ ഉപരോധിച്ചത്. ദേശീയപാത 66-ന്റെ നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് ചെളിയും മണ്ണും ഒഴുകിയെത്താൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഈ ഒരു സംഭവം, ഈ ഒരു സ്ലോപ്പ് കണ്ടാൽ തന്നെ മനസ്സിലാവും, വളരെയധികം അപകടകര അവസ്ഥയിലാണ് ഈ ഒരു സ്ലോപ്പ് അടക്കം നിൽക്കുന്നത്. ഇതുവഴി യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ മാത്രമല്ല, അപ്പുറത്ത് ഒട്ടനവധി വീടുകളുണ്ട്, ജനങ്ങളുണ്ട്. അവർ രാവിലെ മുതൽ ഇന്ന് പുലർച്ചെ മുതൽ മാറി താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ജീവനും സ്വത്തിനോടക്കം ഭീഷണി വരുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഗവൺമെൻറ്റും അതുപോലെ തന്നെ മറ്റ് അധികാരികളും ഇതിന് ഉത്തരം പറയുക തന്നെ വേണം. രാവിലെ കൃത്യമായ ഒരു പ്രതിഷേധം ഈ നാട്ടിലെ പ്രദേശവാസികളുടെ നേതൃത്വത്തിലുണ്ടായിരുന്നു. അതിനെ തുടർന്ന് കലക്ടർ വരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ കലക്ടർ വന്നേ മതിയാവും. കലക്ടർ അതുപോലെ തന്നെ ഭരണകൂടം ഇതിന് കൃത്യമായി മറുപടി പറഞ്ഞേ തീരൂ. കാരണം ഇത് ജനങ്ങളുടെയും ഇവിടെ ജീവിക്കുന്നവരുടെയും യാത്രക്കാരുടെയും മൊത്തം ഒരു ദുരവസ്ഥയാണ്. അത് കൃത്യമായിട്ടുള്ള ഒരു നടപടി കണ്ടെത്തിയേ തീരൂ എന്നതാണ് നമുക്ക് പ്രദേശവാസികൾക്ക് ഇവിടെ പറഞ്ഞു വെക്കാനുള്ളത്. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പീഡിയാട്രിക് ആൻഡ് റോബോട്ടിക് ലിവർ ട്രാൻസ്പ്ലാന്റ് വിഭാഗത്തിന് തുടക്കമായി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും മികച്ച ചികിത്സ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് റിലീവർ പദ്ധതിയുമായി പുതിയ യൂണിറ്റ് ആരംഭിച്ചത്. നടൻ മോഹൻലാലിന്റെ നേതൃത്വത്തിലുള്ള വിശ്വശാന്തി ഫൗണ്ടേഷനുമായി സഹകരിച്ച് നിർധന രോഗികൾക്ക് ചികിത്സാ ചെലവുകൾ കുറച്ചു നൽകും. പിറന്നാൾ ദിനത്തിൽ വീഡിയോ കോൺഫറൻസ് വഴിയാണ് അദ്ദേഹം ചടങ്ങിൽ പങ്കെടുത്തത്. നമസ്കാരം പ്രിയപ്പെട്ടവരെ, വലിയ സ്നേഹത്തോടെയും ആദരവോടെയുമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. മുമ്പും ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ പല ദൗത്യങ്ങളുമായും
ഞാനും വിശ്വശാന്തി ഫൗണ്ടേഷനും സഹകരിച്ചിട്ടുണ്ട്. ഇന്ന് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്ഘാടനമാണ്. മറ്റൊരു സന്തോഷം കൂടിയുണ്ട് നിങ്ങളോട് പങ്കിടാൻ. ഇന്ന് എൻ്റെ പിറന്നാൾ കൂടിയാണ്. കേരളത്തിൽ കരൾ രോഗം വലിയൊരു പ്രശ്നമായി മാറിക്കഴിഞ്ഞു. വർഷം തോറും 8,000-ലധികം പേരാണ് കരൾ രോഗം മൂർച്ഛിച്ച് പ്രതിസന്ധി നേരിടുന്നത്. ഇവരിൽ പലർക്കും ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ അത്യാവശ്യമാണ്, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. പക്ഷെ ധാരാളം കുടുംബാംഗങ്ങൾക്ക് ഈ ചികിത്സയുടെ ചെലവ് താങ്ങാൻ പറ്റാത്തതാണ്. അവിടെയാണ് വിശ്വശാന്തി ഫൗണ്ടേഷൻ ഇടപെടാൻ തീരുമാനിച്ചത്. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ സാമൂഹിക മാറ്റത്തിന് പിന്തുണയ്ക്കുകയാണ് ഞങ്ങളുടെ ദൗത്യം. ഇന്ന് ഞങ്ങൾ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലുമായി ചേർന്ന് സാമ്പത്തികമായി പിന്നോക്കമുള്ള അർഹരായ കുഞ്ഞുങ്ങൾക്ക് ലിവർ ട്രാൻസ്പ്ലാന്റുകൾ കുറഞ്ഞ നിരക്കിൽ നൽകാനുള്ള ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ പ്രോഗ്രാമിനെ പിന്തുണയ്ക്കുകയാണ്. ഈ സഹകരണം സാമ്പത്തിക സഹായത്തിനും അപ്പുറത്താണ്. ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്ന ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ, സർജന്മാർ, നഴ്സുമാർ തുടങ്ങി എല്ലാവരും ഉൾപ്പെടുന്ന ടീമിന് ഹൃദയപൂർവ്വം എൻ്റെ നന്ദി. വ്യക്തികളും സ്ഥാപനങ്ങളും സമൂഹവും ഒത്തുചേർന്ന് പ്രവർത്തിക്കുമ്പോൾ അത്ഭുതം സംഭവിക്കുന്നു. വിശ്വശാന്തി ഫൗണ്ടേഷനെ ഈ മഹത്തായ യാത്രയുടെ ഭാഗമാക്കാൻ എൻ്റെ ഈ പിറന്നാൾ ദിനത്തിൽ അനുവദിച്ചതിന് നന്ദി. കൂടുതൽ ആരോഗ്യവും കരുണയുമുള്ള ഒരു കേരളം രൂപം കൊള്ളട്ടെ. നന്ദി. ജയ് ഹിന്ദ്. ഉപ്പളയിൽ ആംബുലൻസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് സ്ത്രീ മരിച്ചു. കണ്ണൂരിൽ നിന്നും രോഗിയായ മകളെയും കൊണ്ട് മംഗളൂരുവിലേക്ക് പോവുകയായിരുന്ന ആംബുലൻസാണ് നിയന്ത്രണം വിട്ട് വാഹനങ്ങളിൽ ഇടിച്ചത്. വാരംപള്ളിപ്പുറത്തെ ഷാഹിന കണിയങ്കണ്ടിയാണ് മരിച്ചത്. കൂടെ സഞ്ചരിച്ചിരുന്നവർക്കും ആംബുലൻസ് ഡ്രൈവർക്കും പരിക്കുണ്ട്. 9 വയസ്സുള്ള മകൾ റിയ ഫാത്തിമയുമായി മംഗളൂരുവിലെ ആശുപത്രിയിലേക്ക് പോകുന്നതിനിടെ ഉപ്പള ഗേറ്റിന് സമീപം ചൊവ്വാഴ്ച വൈകിട്ട് 6ഓടെയാണ് അപകടം നടന്നത്. ബന്ധുവായ സ്ത്രീക്കും ആംബുലൻസ് ഡ്രൈവർക്കും പരിക്കേറ്റിട്ടുണ്ട്. നിയന്ത്രണം വിട്ട ആംബുലൻസ് എതിരെ വന്ന കാറിലിടിച്ച് മറിയുകയായിരുന്നു. കാറിന് പിറകിൽ വന്ന മറ്റ് 2 വാഹനങ്ങളും കൂട്ടിയിടിച്ചു. ഓടിയെത്തിയ നാട്ടുകാരാണ് പരിക്കേറ്റവരെ ഉടൻ ഉപ്പളയിലെ ആശുപത്രിയിൽ എത്തിച്ച് പ്രഥമ ശുശ്രൂഷ നൽകിയത്. ഇവരെ മംഗളൂരു ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപകടത്തിൽ ഷാഹിനയുടെ മകൾ റിയ ഫാത്തിമ, സഹോദരി ഷാജിന, ഷാജിനയുടെ അനന്തരവൻ അസീവ്, ആംബുലൻസ് ഡ്രൈവർ പള്ളിപ്പുറത്തെ അക്രം എന്നിവർക്കാണ് പരിക്കേറ്റത്. മറ്റൊരു അനന്തരവനായ അനസ് സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നതിനാൽ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. കണ്ണൂർ കക്കാട് സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 34ാം രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. അനുസ്മരണ സമ്മേളനം DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ AD മുസ്തഫ മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ അഡ്വക്കേറ്റ് TO മോഹനൻ, K പ്രമോദ്, രാജീവൻ എളയാവൂർ, റിജിൽ മാക്കുറ്റി, അമൃത രാമകൃഷ്ണൻ, സുരേഷ് ബാബു എളയാവൂർ, മനോജ് കൂവേരി, T ജയകൃഷ്ണൻ, ബിജു ഉമ്മർ, CT ഗിരിജ, കായക്കൽ രാഹുൽ, കൂക്കിരി രാജേഷ്, കാട്ടാമ്പള്ളി രാമചന്ദ്രൻ, P അനൂപ്, കല്ലിക്കോടൻ രാകേഷ്, K ഉഷാകുമാരി തുടങ്ങിയവർ പുഷ്പാർച്ചനയിലും അനുസ്മരണത്തിലും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കണ്ണൂരിലെ കലാസാംസ്കാരിക ഭൂമികയിൽ വേറിട്ട വഴികളിലൂടെ പ്രവർത്തിക്കുന്ന സംഗീതാസ്വാദകരുടെ കൂട്ടായ്മയായ സ്ക്വയർ സിംഗേഴ്സിലെ മ്യൂസിക് ഗ്രൂപ്പിൽ അംഗമായ KP ശ്രീധരനെ ആദരിക്കുന്നു. മെയ് 24 വൈകുന്നേരം കണ്ണൂർ ചേംബർ ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ശ്രീധര ഗീതം എന്ന പരിപാടി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലഹരിക്കെതിരെ പാട്ട് ലഹരി എന്ന മുദ്രാവാക്യമുയർത്തി സ്ക്വയർ സിംഗേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ SN പാർക്കിലും രാജേന്ദ്ര പാർക്കിലും നടത്തിയ ഗാനസദ്യയിൽ പങ്കെടുത്ത KP ശ്രീധരൻ നമ്പ്യാർ പാടിയ ഗാനം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ചെറുകുന്ന് സ്വദേശിയായ ശ്രീധരൻ നമ്പ്യാർ റിട്ടയർ എഞ്ചിനീയർ കൂടിയാണ്. ചേംബർ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ K സുധാകരൻ MPയും ഗായകനും രചയിതാവുമായ VT മുരളി, ഗായകൻ ഡോക്ടർ സുരേഷ് നമ്പ്യാർ തുടങ്ങിയവർ സംബന്ധിക്കും. ഈ സ്ക്വയർ സിംഗേഴ്സ് എന്ന മ്യൂസിക് ഗ്രൂപ്പ് എന്നും വൈകുന്നേരം കണ്ണൂർ നഗരത്തിലെ ടൗൺ സ്ക്വയറിൽ ഏകദേശം നമുക്കറിയാം ഇപ്പോൾ ഒരു 10,000 ആളെങ്കിലും പാടിക്കാണും. അവിടെ കടന്നു വരുന്ന കുടുംബാംഗങ്ങൾ, അതുപോലെ തന്നെ നിരവധിയായ ആളുകൾ എന്നും വൈകുന്നേരം സംഗമിക്കുകയും അവിടെ ഗാനം ആലപിക്കുകയും ചെയ്യുന്നൊരു വലിയ ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിലെ ഒരു അംഗമാണ് നമ്മുടെ ബഹുമാനായ KP ശ്രീധരൻ എന്ന് പറയുന്ന ഈ ഗായകൻ. അദ്ദേഹം നമ്മൾ ലഹരിക്കെതിരെ പാട്ട് ലഹരി എന്ന ഒരു വലിയ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സ്ക്വയർ സിംഗേഴ്സ് നടത്തിയ ഈ കണ്ണൂരിലെ 3 പാർക്കുകളിൽ ഈ പറഞ്ഞ പരിപാടി ഞങ്ങൾ നടത്തുകയുണ്ടായി. ഒന്ന് ടൗൺ സ്ക്വയറിൽ പലപ്പോഴും ഈ പരിപാടി നടത്തുകയുണ്ടായി. അത് കഴിഞ്ഞ് രാജേന്ദ്ര പ്രസാദ് പാർക്കും അതുപോലെ തന്നെ കണ്ണൂർ SN പാർക്കിലും. ഈ പാർക്കിൽ നടന്ന പരിപാടിയിൽ അദ്ദേഹം പാടിയിട്ടുള്ള ഒരു ഗാനമാണ്
സോഷ്യൽ മീഡിയയിൽ ഇന്ന് വരെ എനിക്ക് തോന്നുന്നു 13 ലക്ഷത്തിന് മുകളിൽ ആളുകൾ അത് നേരിട്ട് കാണുകയും 10,000 കണക്കിന് കമൻറ്റുകൾ ആ അദ്ദേഹത്തിൻ്റെ പാട്ടിൻ്റെ താഴെ, കാരണം കണ്ണൂർ ഞങ്ങൾ അഭിമാനിക്കുന്നു, ഇത് ഞങ്ങളെ എന്നൊക്കെ പറഞ്ഞ് 100 കണക്കിന് കമൻറ്റുകളാണ് ഈ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പാട്ടിൻ്റെ പിന്തുടർന്നുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ വ്യൂവേഴ്സായിട്ടുള്ള ഈ പരിപാടിയിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതൊരു വലിയ അംഗീകാരമായി സ്ക്വയർ സിംഗേഴ്സ് കാണുകയാണ്. അദ്ദേഹത്തെ ആദരിക്കുക എന്നുള്ളത് നമ്മൾ തീരുമാനിച്ച് വളരെ വിപുലമായ പരിപാടിയോടുകൂടി ഈ പറഞ്ഞ 24-ാം തീയതി കണ്ണൂർ ചേംബർ ഹാളിൽ വെച്ച് ബഹുമാന്യനായ നമ്മുടെ കണ്ണൂരിൻ്റെ സ്വന്തം മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ അവറുകളാണ് ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ. ചേംബർ പ്രസിഡന്റ് ടി.കെ. രമേഷ് കുമാർ ശ്രീധരൻ നമ്പ്യാരെ പൊന്നാട അണിയിച്ച് സംസാരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ പി.കെ. വത്സരാജ്, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് റഷീദ് കവായി, ജയരാജ്, സജീവൻ ചെല്ലൂർ, ഗഫൂർ CV എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഏറെ തൊഴിലവസരങ്ങളുള്ള മോണ്ടിസോറി കോഴ്സുകൾക്ക് പരിയാരത്തെ ഡ്രീം വീവർ ഇൻസ്റ്റിറ്റ്യൂട്ട് അപേക്ഷ ക്ഷണിച്ചു. +2 പാസ്സായ വനിതകൾക്ക് കോഴ്സിന് അപേക്ഷിക്കാം. സ്വന്തമായി മോണ്ടിസോറി സ്കൂൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും കോഴ്സ് തിരഞ്ഞെടുക്കാം എന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇന്റർവ്യൂ, ട്രെയിനിംഗ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുന്നത്. IMTTI ഇന്റർനാഷണൽ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അംഗീകൃത പഠന കേന്ദ്രമായ പരിയാരത്തെ ഡ്രീം വീവർ ഇന്റർനാഷണൽ മോണ്ടിസോറി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തുന്ന 1 വർഷത്തെ ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സിലേക്കാണ് +2 പാസ്സായ വനിതകളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത്. ഇതിന് പ്രായപരിധിയില്ല. ഇന്ത്യയിലോ വിദേശത്തോ എളുപ്പത്തിൽ ടീച്ചർ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്കും സ്വന്തമായി മോണ്ടിസോറി സ്കൂൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും പ്രീ പ്രൈമറി, പ്രൈമറി ടീച്ചർമാർക്കും രക്ഷകർത്താക്കൾക്കും കോഴ്സിൽ ചേർന്ന് പഠിക്കാവുന്നതാണ്. IMTTI എന്ന ഇന്റർനാഷണൽ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അതിൻ്റെ ഫ്രാഞ്ചൈസി എടുത്തിട്ടാണ് ഞാൻ ഈ ഒരു മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നത്. അതിൻ്റെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. അത് പബ്ലിക്കിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് +2 പാസ്സായ എല്ലാ വനിതകൾക്കും ഈ ഒരു കോഴ്സ് ചെയ്യുന്നതിലേക്ക് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രസ് മീറ്റാണ്. ഇൻ്റർനാഷണലി വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. ഇതിൻ്റെ കൂടെ പരിയാരത്താണ് ഈ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്, മെഡിക്കൽ കോളേജ് ബസ് സ്റ്റോപ്പിൽ. ഇതിൻ്റെ കൂടെ മോണ്ടിസോറി പ്രീ സ്കൂളുണ്ട്, ഡേ കെയറും സൗകര്യങ്ങളുണ്ട്, മോണ്ടിസോറി ലാബും എല്ലാം ആയിട്ട് പൂർണ്ണമായും സജ്ജീകരിച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഡ്രീം വീവർ ഇന്റർനാഷണൽ മോണ്ടിസോറി എന്ന് പറയുന്നത്. ഏജ് ലിമിറ്റ് ഇല്ല. 18 വയസ്സ് കഴിഞ്ഞ അല്ലെങ്കിൽ +2 പാസ്സായ ആർക്കും ഈ ഒരു കോഴ്സ് ചെയ്യാം. അത് 1 ഇയർ ആണ് ഇതിൻ്റെ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. മീഡിയം ഇംഗ്ലീഷാണെന്ന് വെച്ചാൽ ഫുള്ള് ഇംഗ്ലീഷ് എന്നല്ല, ഇംഗ്ലീഷ് ആയാലും മലയാളമായാലും നല്ല രീതിയിൽ സംസാരിക്കുക എന്നുള്ളതാണ്. അത് ഇംഗ്ലീഷ് ആവശ്യപ്പെടുന്ന സ്ഥാപനങ്ങളിൽ ഇംഗ്ലീഷ് സംസാരിക്കാനും അവർ കഴിവുള്ളവരായിരിക്കണം. ആ ഒരു രീതിയിലുള്ള ട്രെയിനിങ് ആണ് കൊടുക്കുക. കുട്ടികളെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയാണ് മോണ്ടിസോറി പ്രീ സ്കൂളും കൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ. അപ്പോൾ അവർക്കൊരു ട്രെയിനിങ്ങും കോഴ്സിൻ്റെ കൂടെ തന്നെ ഇന്റേൺഷിപ്പ് എന്നുള്ള രീതിക്ക് തന്നെ അതും പോകുന്നുണ്ട്. പൂർണ്ണമായും സജ്ജീകരിച്ചിരിക്കുന്ന മോണ്ടിസോറി ലാബും മോണ്ടിസോറി പ്രീ സ്കൂളും വളരെ ലളിതവും വിശദവുമായി തയ്യാറാക്കിയ പാഠപുസ്തകങ്ങളും മോണ്ടിസോറി ആശയം സമഗ്രമായി പഠിക്കാൻ വിദ്യാർത്ഥികളെ സഹായിക്കുന്നു. വ്യക്തിത്വ വികസനം, ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം, ഇന്റർവ്യൂ ട്രെയിനിംഗ് എന്നീ വിഷയങ്ങൾ പാഠ്യപദ്ധതിയുടെ ഭാഗമായി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പ്രമുഖ സ്കൂളുകളിൽ ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള അവസരവും ഇവർ ഒരുക്കിയിട്ടുണ്ട്. കോഴ്സിന് അപേക്ഷിക്കാനായി ഗിരിജ പീറ്റർ 7907601239 എന്ന നമ്പറിൽ ബന്ധപ്പെടണം. വാർത്താ സമ്മേളനത്തിൽ ഗിരിജ പീറ്റർ, CP ദിവ്യ, ദീപ എന്നിവർ പങ്കെടുത്തു. സിറ്റി ന്യൂസ് കണ്ണൂർ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 8,930, പവന് 71,440, വെള്ളി 111 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തോരാമഴയിൽ വലഞ്ഞ ജനങ്ങൾ. താഴ്ന്ന പ്രദേശങ്ങളിലും റോഡുകളിലും കടലോര മേഖലയിലും വെള്ളക്കെട്ട്. കുപ്പത്ത് ദേശീയപാതയിൽ നാട്ടുകാരുടെ പ്രതിഷേധം. പ്രദേശം മണ്ണിടിച്ചിൽ ഭീഷണിയിൽ. കാഞ്ഞിരക്കൊല്ലി കൊല 2ാം പ്രതി പോലീസ് കസ്റ്റഡിയിൽ. കൊലയ്ക്ക് പിന്നിൽ സാമ്പത്തിക ഇടപാടുകളെന്ന് പോലീസ്. കള്ളത്തോക്ക് നിർമ്മാണവും അന്വേഷണ പരിധിയിൽ. ഭാര്യ ശ്രുതി പരിക്കുകളോടെ ചികിത്സയിൽ. കുപ്പത്ത് മണ്ണിടിച്ചിൽ. ജില്ലാ ഭരണകൂടം ഇടപെട്ടതായി വിജിൻ MLA. പ്രശ്നപരിഹാരത്തിനായി തളിപ്പറമ്പ് RTOയ്ക്ക് ചുമതല. രോഷാകുലരായി നാട്ടുകാർ. ദേശീയപാത അശാസ്ത്രീയ നിർമ്മാണമെന്ന ആരോപണം. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. ശുഭരാത്രി.